ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. സുപ്രധാനമായിട്ടുള്ള കുറേ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആയത്തുള്ള ഖമനേയി ഒളിവിൽ ബങ്കറിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്ഥലം ലവാസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാസീവായിട്ടുള്ള അറ്റാക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ പരിസരത്ത് തന്നെ എർത്ത്ക്വേക്ക് വരുന്ന രീതിയിലുള്ള അറ്റാക്കാണ് അവിടെ നടത്തിയത്. അടുത്ത് തന്നെ ഈ ലവാസനിൽ തന്നെ ഏതാണ്ട് 30 IRGC സീനിയർ കമാൻഡോ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലം ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 30 പേരും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഒഫീഷ്യൽ ഡീറ്റെയിൽഡ് പിക്ചറിങ് പുറത്തു വരേണ്ടതുണ്ട്. ഇത് പ്രാഥമികമായിട്ട് വരുന്ന വിവരങ്ങളാണ്. നിലവിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ രീതിയിൽ രണ്ട് അഭിപ്രായങ്ങളാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ടെല്ലവീവിൽ 2 ദിവസത്തിന് മുമ്പ് ഉയർത്തിയ ബിൽ ബോർഡാണ്. ഈ ബിൽ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ് ഫിനിഷ് ദ ജോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും അടുത്ത് കിട്ടിയിട്ടും ഇതുവരെ എന്താണ് നോക്കി നിൽക്കുന്നത്, എന്താണ് തടസ്സം എന്നുള്ള നിലയിലാണ് ട്രംപിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ടെല്ലവീവിൽ മിക്ക ബിൽ ബോർഡുകളും ഉയർന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് ഇസ്രായേലിന് താല്പര്യമുള്ള നിലപാടല്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് താല്പര്യമുള്ള നിലപാടല്ല. അതാണ് വ്യക്തമായിട്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. എന്താണ് കാരണം വെച്ചാൽ 2 ആഴ്ച ടൈം കൊടുത്തു. 2 ആഴ്ച ടൈം എന്തിനാണ് കൊടുത്തത് എന്നാണ് ഇസ്രായേലിലുള്ള ജനങ്ങൾ അഥവാ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ ഉയർത്തുന്ന ചോദ്യം. അത് 2 ആഴ്ച എന്തിനാണ് ടൈം കൊടുത്തത്? ഇപ്പം തന്നെ ഖമനേയി ഒളിവിലാണ്, ഇപ്പം തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഖമനേയി ഉള്ളത്. പിന്നെ എന്തിനാണ് 2 ആഴ്ചത്തെ ടൈം? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇത് റിസോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിന്റെ സൈഡിൽ നിന്ന് പറയുന്ന ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ന്യായങ്ങളാണ്. ഒന്ന്, GBU 57 എന്ന് പറഞ്ഞ ആ ഒരു ബോമർ വെച്ചിട്ട് ഈ ഫോർദോയിൽ ഇരിക്കുന്ന ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് നടത്തുന്ന ആ ഒരു സ്ഥലം ഫുള്ളി അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ട്രംപിന് ഇല്ല എന്നുള്ളത് ഒരു വാദം. രണ്ടാമത്, പെന്റഗൺ അഡ്വൈസ് ചെയ്യുന്നത് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാമെന്ന് ഒരു അഭിപ്രായം വരുന്നുണ്ട്. ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞാൽ അതായത് ആക്ച്വൽ ന്യൂക്ലിയർ വെപ്പണിനെ പോലെ അത്രയും ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള ലോവർ എക്സ്പ്ലോഷനാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിലാണ് ഈ പ്ലാന്റുകളെല്ലാം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവാസമില്ലാത്ത സ്ഥലം, അതുപോലെ മിലിറ്ററി പേഴ്സണൽ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ താമസിക്കാത്ത സ്ഥലം, അതുപോലെ തന്നെ സിറ്റിയോ ടൗണോ തൊട്ടടുത്തില്ലാത്ത സ്ഥലങ്ങൾ. അപ്പോൾ ഈ രീതിയിലുള്ള കിലോമീറ്റർ കണക്കിൽ ഡിസ്റ്റൻസ് ഉള്ള റേഞ്ചിലുള്ള സ്ഥലങ്ങളിലേക്ക് ചില മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്ന ഈ ഒരു വെപ്പൺ. ഇത് ഉപയോഗിക്കാം എന്നുള്ള അഭിപ്രായം പീറ്റർ ഹെക്സത്ത് പെന്റഗണിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും ട്രംപ് ഓക്കെ അല്ല. ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലം അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നതിനോട് ട്രംപിന് യോജിപ്പില്ല. അതിലുപരിയായിട്ട് ഈ ഫോർദോ എന്ന് പറഞ്ഞ സ്ഥലം അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ലീക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇനാക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളാണ് ഇതുവരെ അറ്റാക്ക് ചെയ്ത് പോകുന്നതെന്നായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇറാൻ ഈ തുടരെയുള്ള നെഗോസിയേഷൻസ്, അതായത് ഇപ്പോൾ തുടർന്ന് കുറേ കാലങ്ങൾ കൊണ്ടേ ഒരു ന്യൂക്ലിയർ വെപ്പണും ഈ ന്യൂക്ലിയർ ഡീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ കുറേ നാളുകൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫ് ഗാർഡായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാറ്റി വെച്ചിട്ടുണ്ടാവാം എന്നൊക്കെയുള്ള നിഗമനങ്ങളൊക്കെ മൊസാദിന്റെ സൈഡിൽ നിന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അറ്റാക്ക് ചെയ്ത ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ന്യൂക്ലിയർ ലീക്കേജ് ഉണ്ടാവാത്തത്. അതായത് അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനങ്ങളായിട്ടാണ് അത് തുടരുന്നത്. അതാണ് നിലവിൽ അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ കരോലിന ലെവിറ്റ്, ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ, പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഉള്ളിൽ അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ പക്കലുണ്ട് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു ന്യായവാദം അമേരിക്ക ഉയർത്തുന്നത്. പക്ഷേ IAEA എന്ത് കണ്ടെത്തിയിട്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്? ആ ഒരു കോൺഫിഡൻസിലാണല്ലോ ഇപ്പൊ ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. IAEA തന്നെ ഇപ്പം വീണ്ടും സ്റ്റേറ്റ്മെന്റ് മാറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈഡിൽ നിന്നുള്ള പ്രഷർ, അതായത് ട്രംപിന് നെഗോഷിയേറ്റ് ചെയ്യാൻ ടൈം ലൈൻ വേണം. അതുപോലെ തന്നെ ട്രംപിന് ഒരേ ഒരു എയിമേ ഉള്ളൂ, നോ ന്യൂക്ലിയർ വെപ്പൺ. അത് മാത്രമേ ഉള്ളൂ ട്രംപിന്റെ അഭിപ്രായം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേലിന് റെജീം ചേഞ്ചാണ് ഇസ്രായേൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടുത്തെ റെജീം ചേഞ്ച് നടത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കംപ്ലീറ്റ് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ കിട്ടുമെന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. കാരണം സിറിയയിൽ റെജീം ചേഞ്ച് നടത്തിയപ്പോഴത്തേക്കും സിറിയയുടെ ഉള്ളിൽ എവിടെയൊക്കെ ഈ രാസായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എവിടെയൊക്കെ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം തന്നെ ഇസ്രായേൽ വളരെ ഫ്രീ വില്ലോട് കൂടി അറ്റാക്ക് ചെയ്ത് കളയാണ് ചെയ്തത്.
വിത്തൗട്ട് എനി റിട്ടാലിയേഷൻ ഫ്രം സിറിയ. ആ ഒരു രീതിയിലുള്ള ഒരു അപ്പർ ഹാൻഡാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇറാന്റെ ഉള്ളിലും. പക്ഷെ അതേസമയം ഇറാഖ് പല തടസ്സങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇസ്രായേലിനുണ്ടെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ട്രംപ് എന്താണ് ഉപദേശിക്കുന്നത് പറഞ്ഞാൽ, ഒരു 2 ആഴ്ച ടൈം കൊടുത്ത് ഇവരെ ഒരു നെഗോസിയേഷനിൽ വിളിച്ചു വരുത്തി ഈ ഫാർദോ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ആ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സ്ഥലത്തെ ഫോഴ്സ്ഫുള്ളി ബൈ ഫോഴ്സ്, അതായത് ഇറാൻ IRGC റെജീമിനെ കൊണ്ട് തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം മാനുവലി എന്നാണ് ട്രംപിന്റെ അഭിപ്രായം. നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ പൊലിയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇറാന്റെ ഉള്ളിൽ പൊലിയുന്നുണ്ട്. പക്ഷേ അതിന്റെ വിവരങ്ങൾ ഇപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈഡേ ആഫ്റ്റർ പ്രെയർ, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ റാലി സംഘടിപ്പിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. റാലി നടക്കുമെന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും റാലി നടന്നിട്ടുണ്ടാവും. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ മാട്രീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ഇമേജാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. തെഹ്റാൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ IRGCയുടെ മരണപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ബോഡികളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആഫ്റ്റർ ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ റാലി സംഘടിപ്പിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. റാലി നടക്കുമെന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും റാലി നടന്നിട്ടുണ്ടാവും. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ മാട്രീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ഇമേജാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. തെഹ്റാൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ IRGCയുടെ മരണപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ബോഡികളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള വിഷ്വൽസ് ആണ് തെഹ്റാൻ മൊത്തത്തിൽ. തെഹ്റാൻ എന്ന് പറഞ്ഞ നഗരം തന്നെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം മൂലം നടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ട്രംപ് 2 ആഴ്ചയോ 2 മാസമോ 2 വർഷമോ എടുത്തോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഈ വെള്ളിയാഴ്ച മുതൽ 48 to 72 hours വിതിൻ 72 മണിക്കൂറിനകത്ത് ഫോർദോ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടക്കുന്ന ആ ഒരു സ്ഥലം ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർദോ മൊസാദിന്റെ ക്ലിയർ ആയിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മുതൽ, ഇപ്പോൾ ഈ വാർത്ത ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, 72 മണിക്കൂർ വിതിൻ 3 ഡേയ്സിനുള്ളിൽ ഫോർദോ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. ഈ 2 ആഴ്ചത്തെ ടൈമൊക്കെ ട്രംപ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും മൊസാദിന്റെ സ്റ്റേറ്റ്മെന്റ്. നെതന്യാഹു പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് റെജീം ചേഞ്ച് എന്നുള്ളത് ഇറാന്റെ ജനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു റിഫോർമേഷനാണ്. പക്ഷേ നമ്മളുടെ യുദ്ധം, ഇസ്രായേൽ നയിക്കുന്ന ഈ ഒരു യുദ്ധം ഇറാന്റെ റെജീം ചേഞ്ച് നടക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമാകും. ഈ യുദ്ധം നിൽക്കുന്നത് റെജീം ചേഞ്ചിലായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നെതന്യാഹു. അതിന് കാരണങ്ങളുണ്ട്. ബാക്ക്ഡോറിൽ ഈ പെഹലവിയിൽ റൈസ പെഹലവി എന്ന് പറഞ്ഞ ഇറാന്റെ കിങ് ആയിട്ട് വരാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു വ്യക്തി ഫോക്സ് ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് അത് കൊടുത്തത്. ഞാനിതിരുന്ന് കാണുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഇറാന്റെ ഉള്ളിൽ ഈ IRGCക്ക് ബദലായിട്ട് അവിടെ ഒരു ആർമി രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ആർമിയിൽപ്പെട്ട ആൾക്കാർ IRGCക്ക് പകരം ഇറാന്റെ നേതൃത്വം ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആർമി വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസ് ഈ പെഹലവിക്ക് ഒരുക്കി കൊടുക്കും. അങ്ങനെ പെഹലവി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഫുൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനോട് കൂടി ഇറാനിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നാണ് പുള്ളി പറയുന്നത്. In 1979, a massive revolution in Iran brought about the Ayatollah Khomeini to power. The then Shah of Iran and his wife, Her Imperial Majesty Farah Pahlavi, were forced out of their homeland. This is them leaving at the airport. But under the Ayatollahs, the freedom that they promised never materialized. In fact, they cracked down, beating and imprisoning women who refused to wear the hijab, gay Iranians, anyone who dissents. Now the son of the late Shah, His Royal Highness Reza Pahlavi, who has been in exile, is advocating for a new future for Iran. He says he believes that the moment is now. He posted this on social media, quote, "The Islamic Republic has reached its end. It is in the process of collapsing. Khamenei, like a frightened rat, has gone into hiding underground and has lost control of the situation. What has begun is irreversible." I spoke with him moments ago, the exiled Crown Prince of Iran. Here's our talk. Crown Prince, thank you very much for joining us at this historic moment in time. It's good to have you with us. Good afternoon, Martha. Good to be with you as well. Tell me
first of all, Crown Prince, what is your understanding of what is actually the situation on the ground right now in Iran? The latest report that we have had, Martha, is that the control apparatus of the regime is almost collapsing. And we see more and more of that sort of reports that are coming to us from personnel within the military or intelligence that says so, that it's really falling apart much faster than it was, let's say, last week. The problem, however, is that the regime has cut off the nation from any communication, internet, and even landlines are down. Families that are trying to figure out what's happening to their loved ones cannot communicate. And I hope that we can overcome this problem very soon so the nation is not detached or unable to communicate, which, as you know, is crucial for anything that needs to be done. The regime is so desperate that it's now taking this initiative to impede on the process. But I know we will overcome this. It's a big challenge. And my compatriots are extremely resilient. Many of them have stood, in Tehran, besides those who have left the capital city. And their resolve is amazing. Their courage is really amazing. It's a shout out to them that despite all the hardship, they believe that this time victory is near. And we need that courage and that moral support that the world needs to also give us, that this time they're going to be on our side rather than continue thinking that this regime will ever provide a solution. Historic opportunity to put an end to all the problems, not just the nuclear threat, but every other thing that has been associated with this regime ever since it took over. And I think my compatriots have proven that despite the threats, despite the repression, despite being executed, besides being tortured, besides being shot in the eye, they're still in the streets, standing firm, and hopefully at some point the world will say, now it's time for us to step in and allow for this process to take its natural course, help the Iranian people overcome this regime, because everybody, as a result, will benefit. Not just my compatriots, of course, but I think many people around the world will understand how different a different Iran could be for all of us. It's beginning to happen. I hope that in any consideration that we have, including President Trump, he realizes that this is something that is beginning to become more and more tangible. The most. So the more the people are empowered, the quicker we can reach that end. So you have said that you don't seek power, but you are ready to fulfill a duty if called upon. If the people supported or asked you to return as Shah for a period of time during transition, would you be open to that option? I don't think I need a title to perform as a transitional leader. I think the reason people are looking for me to play that role is because of their confidence in me, their trust in me. Mm-hmm. And I think to a great extent, the track record that I've demonstrated in the past 44 years since I began. Let us be focused on the job at hand. The job at hand is eliminate this regime and replace it with a secular democratic alternative. And this is exactly the end game that I'm looking at, and I'm not looking past that one at this time. പുള്ളിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ബാക്ക് ഡോറിൽ പല രീതിയിലുള്ള കണക്ഷൻസും പല രീതിയിലുള്ള റിലേഷൻസും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യുഎസിന്റെ സപ്പോർട്ട് വളരെ വളരെ അനിവാര്യമാണ്. അതും കൂടി പുള്ളി എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം 2 ആഴ്ച എന്ന് പറയുന്നത് പുള്ളി പറയുന്നത് ഒരു 100 days പ്ലാൻ ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. 100 ദിവസത്തിൽ ഗവൺമെന്റിന്റെ ട്രാൻസിഷൻ പ്ലാൻ റെഡിയാക്കിയിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ടേക്ക് ഓവർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളി വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് പുള്ളി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം നെതന്യാഹുവിന്റെ യുദ്ധം എങ്ങോട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ക്ലിയർ ആയിട്ടുള്ള റൂട്ട് മാപ്പ് ഇട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇനി ഇറാന്റെ ഉള്ളിൽ മിസൈലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ സ്പെക്കുലേഷൻസ് ഒക്കെ 20,000, 30,000, 10,000 മിസൈൽ ഇറാന്റെ കയ്യിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. മൊസാദ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 1200-ലധികം മിസൈൽസ് അവരുടെ അടുത്ത് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. മൊത്തം ടോട്ടലി അവരുടെ കയ്യിൽ ഒരു 2000 മിസൈൽസ് ആണ് അവരുടെ കയ്യിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ആ 2000 മിസൈൽ, കാരണം 20,000, 30,000 മിസൈലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അത്രമാത്രം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ GDPയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിലൊരു സിംഹഭാഗം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിസൈൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നെ അവർ മുടക്കി കാണണം. പക്ഷെ അങ്ങനെ മുടക്കുന്നെങ്കിൽ ആ രാജ്യം വേറൊരു മേഖലയിലും പൈസ മുടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്ട്രക്കായി നിൽക്കുമായിരുന്നു. പക്ഷേ ഈ സാഹചര്യം അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2000 മിസൈൽസ് ആണ് അവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. ഇപ്പം അതിൽ ഏകദേശം ഒരു 600ഓളം മിസൈലുകൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്.
ബാക്കിയുള്ള മിസൈലുകൾ ഒരു 1200 മുതൽ ഒരു 1400 മിസൈലിനകത്ത് അവരുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതും തന്നെ ഇപ്പൊ ഇസ്രായേൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ ഇറാന്റെ മാക്സിമം ഏരിയാസ് സർവൈലൻസ് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു 100-200 മിസൈലുകൾ ഒരുമിച്ച് ഇറാന്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഡിപ്ലോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ 470 മിസൈൽ ഡിപ്ലോയ് ചെയ്തിട്ട് ഇവർ മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് ഇവർ അയച്ച മിസൈല് ക്ലസ്റ്റർ ബോംബിംഗ് ടൈപ്പിലുള്ള മിസൈലാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. 8-9 മിസൈലുകൾ ചേർന്ന ഒരു ഒറ്റ മിസൈൽ. അപ്പൊ അതായത് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്താലും അതിന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും മിസൈലുകൾ പാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു ടൈം ലൈൻ കിട്ടാത്തത് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ അയക്കുന്നത് ക്ലസ്റ്റർ ടൈപ്പിലുള്ള മിസൈലാണ് അവർ വിടുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല ടൈപ്പിലുള്ള മിസൈലുകൾ ഇറാൻ റെഡിയാക്കി വെച്ചിട്ടാണ് അവർ ഈ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ കയ്യിൽ 1200 അല്ല 1500 മിസൈൽസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇതെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഗ്യാദർ ചെയ്ത് 100-200 മിസൈലുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ അല്ല അവിടെ ഇപ്പോൾ ഉള്ളത്. കാരണം മിസൈൽ ഇപ്പോൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8-10 അല്ലെങ്കിൽ ഒരു 50 മിസൈലുകൾ അവർ ഡിപ്ലോയ് ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ള മിസൈലുകൾ ഇസ്രായേലിന്റെ മൊസാദ് കണ്ടെത്തി അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുമിച്ച് ബൾക്കായിട്ടുള്ള 100-200-300 എന്ന് പറഞ്ഞിട്ടുള്ള ബൾക്കായിട്ടുള്ള മിസൈൽ ഡിപ്ലോയ്മെന്റ് നടത്താൻ പറ്റാത്തത്. ഈ ലെവാസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇനി മൊസാദിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവിടെ നടത്തിയ ആക്രമണത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ പുറത്തു വരും. ഇപ്പൊ ഈ ഖമനേയിയെ കുറിച്ചുള്ള ഒരു വിവരവും ഇപ്പൊ കിട്ടുന്നില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ഈ റാലി നടക്കും എന്നുള്ളതാണ് ഇപ്പൊ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇസ്രായേലിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അഥവാ ഈ റാലി നടക്കുന്നെങ്കിൽ അതിനകത്ത് അതായത് ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഖമനേയിയും ഖമനേയിയുടെ കൂട്ടാളികളും അതുപോലെ തന്നെ ഈ റാലിയിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് IDF മൊസാദ് ഇപ്പൊ നോക്കിയിരിക്കുന്നത്. കളക്റ്റീവ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ടബ്രീസിൽ നടത്തിയ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ എന്തൊക്കെ സ്ഥലങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.